ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ചായേൻ്റെ ഒപ്പം നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് ഫ്രൈൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ സിമ്പിളാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കടയിൽ പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ചതാണ്. അപ്പോൾ അത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. വളരെ സിമ്പിളാണ്, പെട്ടെന്നാണ്. ഈ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യത്തിന് മുളക് പൊടി, കുറച്ച് ഒരു 1/2 സ്പൂണൊക്കെ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളവും കൂടെയും ചേർത്ത് ഒരു തിക്ക് പേസ്റ്റാക്കി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീൻ പൊരിക്കാനൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഒന്ന് തിക്കാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പുഴുങ്ങി വരഞ്ഞ് കൊടുത്തിട്ട് ഇത് നമുക്ക് ഈ മസാലയിലോട്ട് ചേർത്ത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഫുള്ള് എഗ്ഗ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇത് സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ മാറ്റി വെക്കാം. ഇല്ലെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാനിതിവിടെ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഇതിലേക്ക് വളരെ കുറച്ച് എണ്ണ മാത്രം മതി. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ അധികമായി പോയാൽ ഈ കോട്ടിംഗ് ഒക്കെ ഫുള്ള് പോകും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. കുറച്ച് എണ്ണ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എല്ലാ മുട്ടയും ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചു വിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചു വിട്ട് നമുക്കൊന്ന് ഈ മസാലയുടെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ഈ പാൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ എല്ലാ സ്ഥലവും നല്ലതുപോലെ മുരിഞ്ഞ് റെഡിയായി വരും. ഇത് ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൽ പോയപ്പം കാടമുട്ട ഇതേപോലെ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന കണ്ട്. അപ്പോൾ അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിപ്പോൾ കോഴിമുട്ടയാണ്. കാടമുട്ടയാണേലും എന്ത് മുട്ടയാണേലും കുഴപ്പമില്ല. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ചായേൻ്റെ കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ എങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സംഭവം എന്നെപ്പോലെ ആദ്യമായിട്ട് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.